നാലമ്പല തീർത്ഥാടനത്തിൻ്റെ ഭാഗമായി എത്തുന്ന ഭക്തർക്ക് ഭരതക്ഷേത്രമായ ഇരിങ്ങാലക്കുട കൂടൽമാണിക്യത്തിൽ ഒരുങ്ങുന്നത് വിപുലമായ സൗകര്യങ്ങൾ. 5000-ലേറെ പേർക്ക് മഴ നനയാതെ വരി നിൽക്കുവാൻ ക്ഷേത്രാങ്കണത്തിൽ ആധുനിക ജർമ്മൻ പന്തൽ നിർമ്മാണം പൂർത്തീകരിച്ചു. പന്തലിൽ ഇരിക്കുവാനുള്ള ബാരിക്കേഡ് ബെഞ്ചുകളും കഴിഞ്ഞ വർഷത്തെപ്പോലെ ഒരുക്കുന്നുണ്ട്. ക്ഷേത്രത്തിന് പുറത്ത് കിഴക്കേ നടയിൽ പൂർണ്ണമായും മഴ നനയാതെ നിൽക്കുവാനുള്ള പന്തലും പൂർത്തിയായി. കൂടൽമാണിക്യ ക്ഷേത്രത്തിലെ ഈ വർഷത്തെ നാലമ്പല ഒരുക്കങ്ങളെപ്പറ്റി ദേവസ്വം ചെയർമാൻ അഡ്വക്കേറ്റ് CK ഗോപി വിശദീകരിക്കുന്നു. പ്രിയമുള്ള ഭക്തജനങ്ങളെ, ഈ വർഷത്തെ നാലമ്പല ദർശനം കർക്കിടകം 1-ാം തീയതി മുതൽ ആരംഭിക്കുകയാണ്. തൃപ്രയാറ് ശ്രീരാമക്ഷേത്രം നിന്ന് ആരംഭിച്ച് ഇരിഞ്ഞാലക്കുട കൂടൽമാണിക്യം, അതുപോലെ തന്നെ മൂണിക്കുഴൽ ക്ഷേത്രം, പായമൽ ക്ഷേത്രം എന്നീ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി തിരിച്ച് തൃപ്രയാർ ക്ഷേത്രത്തിൽ ദർശനം നടത്തി അവസാനിക്കലാണ് നാലമ്പല ദർശനത്തിൻ്റെ പ്രധാന ചടങ്ങ്. അതിന് ഈ കർക്കിടക മാസത്തിൽ എല്ലാ ദിവസവും ധാരാളം ഭക്തജനങ്ങൾ ഈ നാലമ്പല ദർശനത്തിന് വേണ്ടി ഇരിഞ്ഞാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ എത്താറുണ്ട്. അവരെ സ്വീകരിക്കുന്നതിനും അവർക്ക് ആവശ്യമായ എല്ലാവിധ സഹായ സഹകരണങ്ങളും നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ക്ഷേത്രം ഭാരവാഹികൾ. 10,000-കണക്കിന് ആൾക്കാർക്ക് ക്യൂ നിൽക്കുന്നതിനും മഴയും വെയിലും കൊള്ളാതെ ക്യൂ നിൽക്കുന്നതിനും 5000-ഓളം വരുന്ന ഭക്തജനങ്ങൾക്ക് ഇരിക്കുന്നതിനുള്ള ഇരിപ്പിടം ഒരുക്കിയും വളരെ വിപുലമായ രീതിയിൽ എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. നാലമ്പല ദർശനം വിജയിപ്പിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി ക്ഷേമ വകുപ്പ് മന്ത്രിയുടെ സാന്നിധ്യത്തിൽ 4 ക്ഷേത്രങ്ങളിലെയും ക്ഷേത്ര മാനേജ്മെൻറ്റ് കമ്മിറ്റി അംഗങ്ങളെയും പോലീസ്, ഫയർഫോഴ്സ്, മുനിസിപ്പാലിറ്റി, RDO, റവന്യൂ, KSEB, KSRTC, വില്ലേജ് ഓഫീസർ, തഹസിൽദാർ തുടങ്ങിയ എല്ലാ വിഭാഗത്തിലുംപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെ വിപുലമായ ഒരു യോഗം 4/7/2025 തീയതി ഇരിഞ്ഞാലക്കുട കൂടൽമാണിക്യ ക്ഷേത്രത്തിൻ്റെ ഓഫീസിൽ ചേരുകയും എല്ലാ പ്രവർത്തനങ്ങളും വിലയിരുത്തുകയും ചെയ്തിട്ടുണ്ട്. ഈ 4 ക്ഷേത്രങ്ങളിലേക്കും ദർശനം നടത്തുന്നതിന് വേണ്ടി വാഹനങ്ങൾ സഞ്ചരിക്കുന്നതിനുള്ള റോഡുകൾ സഞ്ചാരയോഗ്യമാക്കുന്നതിനും വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനും ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥന്മാർ വളരെ വിപുലമായ രീതിയിൽ സൗകര്യപ്രദമായ രീതിയിൽ നിയന്ത്രിക്കുകയും അതിനുള്ള എല്ലാവിധ സഹായ സഹകരണങ്ങളും ഉണ്ടാകുമെന്നും മുൻകാലങ്ങളിലെ പോലെ തന്നെ ചെയ്തു തരുമെന്നും എല്ലാവരും ഉറപ്പ് നൽകിയിട്ടുള്ളതാണ് ആ യോഗത്തിൽ. അതിനുശേഷം പന്തൽ നടത്തുന്നതിനും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലെല്ലാം എല്ലാ പ്രവർത്തനങ്ങളും പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടാതെ ഈ വർഷം ക്ഷേത്രത്തിലെ കൂടൽമാണിക്യ ക്ഷേത്രത്തിൻ്റെ പ്രധാന വഴിപാടുകളായിട്ടുള്ള വഴുതനങ്ങ നിവേദ്യം, ഉദരസംബന്ധമായ എല്ലാ അസുഖങ്ങൾക്കും വളരെ ഉദാത്തമായ ഉത്തമമായ ഒരു ഔഷധമാണ് വഴുതനങ്ങ നിവേദ്യം. അത് ലോകത്തിൽ തന്നെ ഇരിഞ്ഞാലക്കുട കൂടൽമാണിക്യ ക്ഷേത്രത്തിൽ മാത്രം ലഭിക്കുന്ന ഒരു നിവേദ്യമാണ്. അതുപോലെ പായസവും അവിൽ നിവേദ്യവും മറ്റ് നിവേദ്യങ്ങളും എല്ലാം തന്നെ എല്ലാ ഭക്തജനങ്ങൾക്കും ലഭിക്കത്തക്ക രീതിയിൽ ലഭിക്കുന്നതിനാവശ്യമായിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും തയ്യാറായി കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഇപ്രാവശ്യം പുറത്തു നിന്നും വരുന്ന ഭക്തജനങ്ങൾക്ക് ദർശനം നടത്തുന്നതിന് വേണ്ടി നാണയപ്പറ എടുക്കുകയാണെങ്കിൽ അവർക്ക് പെട്ടെന്ന് ദർശനം നടത്തുന്നതിനുള്ള ഒരു സൗകര്യം ഏർപ്പെടുത്തുന്നതിന് വേണ്ടി മാനേജ്മെൻറ്റ് കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട്. മുൻ വർഷങ്ങളിലേതുപോലെ തന്നെ 1000 രൂപ കൊടുത്ത് നെയ്വിളക്ക് ചേർന്ന് രശീതിയാക്കിയാൽ 2 പേർക്കും പെട്ടെന്ന് ദർശനം നടത്തുന്നതിനുള്ള ഒരുക്കങ്ങൾ മുൻകാലങ്ങളിലെ പോലെ തന്നെ ഈ വർഷവും ഉണ്ടാകും. അതുകൂടാതെ ഈ ക്ഷേത്രത്തിൻ്റെ വികസനവുമായിട്ട് ബന്ധപ്പെട്ട് ക്ഷേത്രത്തിൻ്റെ ആനപ്പടി വാതിൽ കഴിഞ്ഞ ഉത്സവത്തിന് തൊട്ട് മുൻപായിട്ട് വീതി കൂട്ടുന്നതിൻ്റെ ഭാഗമായിട്ട് തിരക്ക് ഒരുപാട് നിയന്ത്രിക്കുന്നതിന് വേണ്ടി സാധിക്കും. ഭക്തജനങ്ങളുടെ ഇരിഞ്ഞാലക്കുടയിലും പ്രത്യേകിച്ച് കൂടൽമാണിക്യ ക്ഷേത്രത്തിൻ്റെ ഭക്തജനങ്ങളുടെയും ഏറ്റവും വലിയ ഒരു ആഗ്രഹമായ കൊടിമരം പുതുക്കി നിർമ്മാണം നടത്തുന്നതിനുള്ള വലിയ ആഗ്രഹമാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. അത് ആ കൊടിമരം പുതുതായി നിർമ്മിക്കുന്നതിനുള്ള ആലോചനാ യോഗങ്ങൾ നടത്തുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഒരു അടിയന്തരമായിട്ട് പൊതുയോഗം ചേരുവാനും അതിൻ്റെ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുന്നതിനും വേണ്ടി മാനേജ്മെൻറ്റ് കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട്. ആ കാര്യങ്ങൾ പിന്നീട് വിശദമായിട്ട് അറിയിക്കും. ക്ഷേത്രത്തിൻ്റെ ഒരു പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത് അതിൻ്റെ കൃപല്ലി കുളമാണ്. ആ കുളത്തിൻ്റെ 4 വശവും വളരെ ഭംഗിയായിട്ട് വൃത്തിയാക്കിയിട്ടുണ്ട്.
അതുപോലെ മീനൂട്ടും എന്ന് പറയുന്നതും ഒരു പ്രത്യേക വഴിപാട് ഈ ക്ഷേത്രത്തിലുള്ളതാണ്. അതിലും ധാരാളം ഭക്തജനങ്ങൾ ആ വഴിപാടുകൾ നടത്താറുണ്ട്. അതിനുള്ള പ്രത്യേക സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. മഴ കൊള്ളാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് വിപുലമായ രീതിയിലുള്ള പന്തലാണ് ഒരുക്കിയിട്ടുള്ളത്. വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വിപുലമായിട്ടുള്ള സജ്ജീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. ഇരിഞ്ഞാലക്കുട KSRTയുടെ ബസ് സ്റ്റാൻഡ്, അതുപോലെ തന്നെ മണിമാളിക ക്ഷേത്ര കെട്ടിടം ഉണ്ടായിരുന്ന ആ പ്രദേശം, പിന്നെ കുട്ടൻകുളത്തിൻ്റെ തെക്ക് ഭാഗത്തുള്ള കൊട്ടിലാക്കൽ ഗ്രൗണ്ട്, ഇത്രയും സ്ഥലങ്ങളിൽ വാഹനങ്ങൾ വിപുലമായ രീതിയിൽ പാർക്ക് ചെയ്യുന്നതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെ കുടൽമാണിക്യം ക്ഷേത്രത്തിൽ നാലമ്പലമായി ദർശനത്തിന് വരുന്ന എല്ലാ ജനവിഭാഗങ്ങളെയും ഉൾക്കൊള്ളുന്നതിനും അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സഹായങ്ങളും സഹകരണങ്ങളും ചെയ്യുന്നതിന് വേണ്ടി ക്ഷേത്രം ജീവനക്കാരും അതുപോലെ ദേവസ്വം ജീവനക്കാരും മാനേജ്മെൻറ്റ് കമ്മിറ്റി അംഗങ്ങളും ഒത്തൊരുമിച്ച് ഒരേപോലെ പ്രവർത്തിച്ചു വരികയാണ്. അത് ഈ മാസം 1-ാം തീയതി, അതായത് ജൂലൈ 17-ാം തീയതി ആരംഭിക്കുകയാണ്. അതിനുള്ള ഒരുക്കങ്ങളൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട്. ക്ഷേത്രം മതിൽക്കെട്ടിനകത്ത് വിപുലമായ രീതിയിലുള്ള പന്തലാണ് ഇട്ടിരിക്കുന്നത്. ആ പന്തലിൽ ഭക്തജനങ്ങൾക്ക് ഇരിക്കുന്നതിന് വേണ്ടിയിട്ട് ഉദ്ദേശം ഒരു 5000-ഓളം വരുന്ന ഭക്തജനങ്ങൾക്ക് വിശ്രമിക്കുന്നതിനും അതുപോലെ തന്നെ ഇരിക്കുന്നതിനും ആവശ്യമായിട്ടുള്ള ബെഞ്ച് ഇപ്രാവശ്യം കഴിഞ്ഞ വർഷവും ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന്, അതുപോലെ തന്നെ ഈ വർഷവും ഭക്തജനങ്ങൾക്ക് ഇരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യം ക്ഷേത്രം മതിൽക്കെട്ടിനകത്ത് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത് ഭക്തജനങ്ങളെ സംബന്ധിച്ച് വളരെ സന്തോഷവും സമാധാനപരമായിട്ട് ഇരുന്ന് അവരുടെ കാര്യങ്ങൾ നിർവഹിക്കുന്നതിനും വേണ്ടി ഇരിക്കുന്നതിനും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങൾക്കും വളരെ സൗകര്യപ്രദമാണ്. അതും ഇപ്രാവശ്യം ഉണ്ടായിരിക്കും. മുൻകാലങ്ങളിലേതുപോലെ തന്നെ ടോയ്ലറ്റ്, ബാത്റൂം സൗകര്യങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. പുതിയതായിട്ട് ടോയ്ലറ്റ് നിർമ്മിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ നടന്നു വരികയാണ്. ഇരിഞ്ഞാലക്കുട DYSPയുടെ നേതൃത്വത്തിൽ വലിയൊരു പോലീസ് വിങ് തന്നെ ജനങ്ങളെ നിയന്ത്രിക്കുന്നതിനും വാഹനങ്ങളെ നിയന്ത്രിക്കുന്നതിനും മുഴുവൻ സമയവും കുടൽമാണിക്യ ക്ഷേത്രത്തിൽ ഈ നാലമ്പല ദർശനവുമായിട്ടുണ്ടാകും. മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നത് പോലെ തന്നെ ഇപ്രാവശ്യവും വിപുലമായ പോലീസ് സന്നാഹവും അതുപോലെ തന്നെ ഫയർഫോഴ്സിൻ്റെ ഉദ്യോഗസ്ഥന്മാരും ആംബുലൻസ് അടക്കമുള്ള എല്ലാ സൗകര്യങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഉദ്യോഗസ്ഥന്മാരും മുഴുവൻ സമയവും ഈ സമയത്ത് ക്ഷേത്രത്തിൽ പ്രത്യേകം സജ്ജമാക്കിയിട്ടുള്ള ക്യാബിനുകളിൽ ഉണ്ടായിരിക്കും. എന്ത് സാഹചര്യങ്ങളുണ്ടായാലും അതിന് പരിഹാരം കണ്ടെത്തുന്നതിനും അത് അതിജീവിക്കുന്നതിനുള്ള എല്ലാ ഒരുക്കങ്ങളും മാനേജ്മെൻറ്റ് കമ്മിറ്റി ഒരുക്കിയിട്ടുണ്ട്. ഇരിഞ്ഞാലക്കുട കൂടൽമാണിക്യ ക്ഷേത്രത്തിൽ ഈ പരിസരത്തുള്ള ഇരിഞ്ഞാലക്കുട പ്രദേശത്തുള്ള ഭക്തജനങ്ങൾക്ക് നാലമ്പല കാലയളവിൽ ക്യൂവിൽ നിന്ന് വളരെയധികം മണിക്കൂറുകളോളം ക്യൂവിൽ നിന്ന് ദർശനം നടത്തുക എന്നുള്ളത് വളരെ പ്രയാസകരമായിട്ടുള്ള കാര്യമാണ്. ഇരിഞ്ഞാലക്കുടയിലെ ഭക്തജനങ്ങൾ എല്ലാ ദിവസവും വളരെ നേരത്തെ തന്നെ ക്ഷേത്രത്തിൽ വന്ന് ദർശനം നടത്തി പോകുന്ന ആളുകളാണ്. അത്തരത്തിലുള്ള ആളുകൾക്ക് വലിയ ക്യൂവിൽ നിൽക്കാതെ സാധാരണ വടക്ക് ഭാഗത്തുള്ള കവാടത്തിലൂടെ പ്രവേശിച്ച് ദർശനം നടത്തുന്നതിനുള്ള സൗകര്യം മുൻകാലങ്ങളിലും ഒരുക്കാറുണ്ട്. ആ സൗകര്യങ്ങൾ ഇപ്രാവശ്യവും ഉണ്ടായിരിക്കും. എല്ലാ ഭക്തജനങ്ങൾക്കും രാവിലെ 10 മണിക്ക് ശേഷം പ്രസാദ കഞ്ഞി വിതരണം ഉണ്ടായിരിക്കും. അത് എല്ലാ ഭക്തജനങ്ങൾക്കും, ഇവിടെ വരുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ആവശ്യമായതിനനുസരിച്ചുള്ള പ്രസാദ കഞ്ഞിയാണ് ഈ നാലമ്പല കാലയളവിൽ ഭക്തജനങ്ങൾക്ക് നൽകുന്നത്. അത് പടിഞ്ഞാറെ തെക്കേ ഊട്ടുപുരയിൽ അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. അത് നടന്നുകൊണ്ടിരിക്കുകയാണ്.